നമസ്കാരം. ജെ.പി. നദ്ദയ്ക്ക് പിന്നാലെ ആരാകും ദേശീയ തലത്തിൽ ബി.ജെ.പി. നയിക്കാൻ പോകുന്നത്? പല പേരുകളും ഉയർന്നു കേൾക്കുന്നുവെങ്കിലും സാധ്യത കൂടുതലും സ്ത്രീകൾക്കാണ്. കാരണം നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാർ സ്ത്രീക്കും സ്ത്രീ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകുന്നതാണ്. സ്ത്രീകളെ അടുക്കളയിൽ ഇരുത്താനല്ല, മറിച്ച് ഭരണചക്രം തിരിക്കാനാണ് സ്ത്രീകൾ പ്രാപ്തരാകേണ്ടതെന്നാണ് മോദിയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് ഡൽഹിയിൽ അതിവിദഗ്ധമായി രേഖ ഗുപ്തയെ അധികാരസ്ഥാനത്ത് എത്തിച്ചത്. എന്തായാലും ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ജെ.പി. നദ്ദയ്ക്ക് പിൻഗാമിയായി എത്തുന്നത് ആരാകും എന്നാണ്. അതൊരു സ്ത്രീയാകുമോ പുരുഷനാകുമോ എന്നതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. പരിഗണനാ പട്ടികയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്നുമുള്ള മുതിർന്ന നേതാക്കളാണ്. ഇത് യാഥാർത്ഥ്യമായാൽ ശരിക്കും മോദി സർക്കാർ ഒരു ചരിത്രം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. അതായത് പാർട്ടിയിൽ നിന്നും ചരിത്രത്തിൽ ആദ്യമായി ഒരു ബി.ജെ.പി. അധ്യക്ഷ വരുന്നു. പരിഗണനാ പട്ടികയിൽ കൂടുതലായി ഉയർന്നു കേൾക്കുന്ന പേര് സ്മൃതി ഇറാനിയുടേതാണ്. ഒ.ബി.സി. അല്ലെങ്കിൽ എസ്.സി. വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയോ മുതിർന്ന പുരുഷ നേതാവിനെയോ ഈ സ്ഥാനത്തേക്ക് ബി.ജെ.പി. പരിഗണിച്ചേക്കുമെന്നാണ് സൂചന. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, രാധാ മോഹൻ സിംഗ്, ഡോക്ടർ സുധാ യാദവ്, സുനിൽ ബൻസാൽ, രാജ്നാഥ് സിംഗ്, ഡോക്ടർ കെ ലക്ഷ്മൺ എന്നിവരുടെ പേരുകളും ഉയർന്നു വരുന്നുണ്ട്. അടൽ ബിഹാരി വാജ്പേയി, ലാൽകൃഷ്ണ അദ്വാനി, മുരളി മനോഹർ ജോഷി, ബംഗാരു ലക്ഷ്മൺ, വെങ്കയ്യ നായിഡു, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, അമിത്ഷാ എന്നിവരാണ് നദ്ദയ്ക്ക് മുമ്പ് പാർട്ടി അധ്യക്ഷ സ്ഥാനം കൈകാര്യം ചെയ്തത്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ പുതിയ അധ്യക്ഷനെ നിയമിക്കാൻ പാർട്ടി ലക്ഷ്യമിട്ടിരുന്നുവെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പും ചില സംസ്ഥാന തെരഞ്ഞെടുപ്പും എത്തിയതോടെ ഈ തീയതി നീളുകയായിരുന്നു. ആന്ധ്ര ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷ ഡി. പുരന്ദേശ്വര, മഹിളാ മോർച്ച ദേശീയ പ്രസിഡന്റും കോയമ്പത്തൂർ എം.എൽ.എയുമായ വനതി ശ്രീനിവാസൻ എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിക്ക് ഏറ്റവും ഗുണകരമാകുന്ന രീതിയിൽ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചാകും പുതിയ വനിതാ നേതാവിനെ തിരഞ്ഞെടുക്കുക. ഒരു വനിത നേതൃസ്ഥാനത്ത് എത്തുന്നതോടെ പാർട്ടിയുടെ പ്രാതിനിധ്യം വർദ്ധിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. 2014 ആന്ധ്രാപ്രദേശുകാരിയായ പുരന്ദേശ്വരി കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് എത്തിയത്. ആന്ധ്ര ബി.ജെ.പി. അധ്യക്ഷൻ എന്ന നിലയിൽ ബി.ജെ.പി. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. മികച്ച പ്രാസംഗികയായ ഇവർക്ക് 5 ഭാഷകളിലും പ്രാവീണ്യമുണ്ട്. ഇനി നറുക്കു വീഴുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള വനിത ശ്രീനിവാസനാണെങ്കിൽ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മികച്ച സ്ത്രീ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ബീഹാറിന് പിന്നാലെ വരുന്ന ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, അസം, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാകും പുതിയ അധ്യക്ഷനെ നിയമിക്കുക. RSSന്റെ അംഗീകാരം ലഭിച്ച ശേഷമാകും അധ്യക്ഷന്റെ കാര്യത്തിൽ പാർട്ടി അന്തിമ തീരുമാനം എടുക്കുക. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.